ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകണം എന്താണ് ലെജസി ട്രാൻസ്ഫർ എന്നാണ്. അത്യാവശ്യം ഒരുപാട് നാളായിട്ട് കളിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും ഞാനിതൊരു ബിഗിനർ കണ്ടൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനും അത്യാവശ്യം 5 അഡീഷണൽ സ്ലോട്ട് ഉണ്ടാവും. ആ ഒരു അഡീഷണൽ സ്ലോട്ടിലാണ് നമ്മൾ അഡീഷണൽ സ്കിൽസ് അപ്ലൈ ചെയ്യുന്നത്. അതപ്പോൾ അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു ലെജസി ട്രാൻസ്ഫർ വഴി നോക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സ്കിൽസ് ആഡ് ചെയ്യുന്ന ഒരു പ്ലെയറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് സ്കിൽ ട്രെയിനിങ്ങിൽ ന്യൂ പ്ലെയർ സ്കിൽ കൊടുത്തിട്ടാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആഡായി കിട്ടുന്ന സ്കിൽ ഓൾറെഡി ആ പ്ലെയറിനുള്ളതായിരിക്കും. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സ്കില്ലാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ സ്കിൽ ടോക്കൺ വെറുതെ എന്തായാലും പോകും. മറിച്ച് നമുക്ക് ആഡായി കിട്ടുന്ന ആ ഒരു പ്ലെയറിന് ഇല്ലാത്ത സ്കില്ലാണെങ്കിൽ കൂടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്കില്ല് കിട്ടാൻ ഒട്ടും ചാൻസ് ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ലെജസി ട്രാൻസ്ഫർ പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ പ്രോപ്പറായി ലെജസി ട്രാൻസ്ഫർ ചെയ്ത് കറക്റ്റ് സ്കിൽസ് ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് 1 സ്റ്റാർ പ്ലെയറിനെ സൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ അവർക്ക് സ്കിൽസ് കൊടുത്ത് വെക്കുക. ഇതാണ് നമ്മുടെ ലെജസി ട്രാൻസ്ഫറിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് അഡീഷണൽ സ്കില്ല് കൊടുക്കേണ്ട പ്ലെയർ ഡെനിൽസൺ ആണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ട സ്കില്ല് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻ പോയിൻറ്റ് ക്രോസിംഗ് ആണ്. ഒരു പ്രോ സ്പെഷ്യലിസ്റ്റ് പ്ലേയിങ് സ്റ്റൈലാണ് വരുന്നത്, പക്ഷേ പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഇല്ല. അപ്പോൾ എനിക്ക് ആ ഒരു സ്കില്ലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ലെജസി ട്രാൻസ്ഫർ വഴി കൊടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. അപ്പോൾ ഞാൻ ഡെനിൽസൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതിൽ ലെജസി ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. ഈ ഒരു പ്ലേയേഴ്സിനൊന്നും നമ്മൾ ചൂസ് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ എടുക്കുക. ഫിൽറ്റർ എടുത്ത് നമ്മൾ ആഡഡ് സ്കില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കില്ലിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ പിൻ പോയിൻറ്റ് ക്രോസിംഗ് സെലക്ട് ചെയ്ത് നോക്കിയാൽ അവിടെ കുറച്ച് പ്ലേയേഴ്സിനെ കാണാം. അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ സ്കില്ല് കൊടുത്തപ്പോൾ പിൻ പോയിൻറ്റ് ക്രോസിംഗ് കിട്ടിയ 1 സ്റ്റാർ പ്ലേയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെജസി ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമ്മൾ ഡെനിൽസിൻ്റെ അഡീഷണൽ സ്കില്ല് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ആഡ് ആയിട്ടുണ്ട്. സോ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ടോക്കൺ ഒന്നും വെറുതെ പോകത്തില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് രീതിയിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആവശ്യമുള്ള സ്കിൽസ് മാത്രം കൊടുക്കാൻ നോക്കുക. നമ്മൾ വെറുതെ നമ്മുടെ സ്ലോട്ട് ഫില്ലാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് 5 സ്ലോട്ടേ ഉള്ളൂ. ആ 5 സ്ലോട്ട് ഫില്ലാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ലെജസി ട്രാൻസ്ഫർ എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ സ്കില്ല് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ സ്കിൽ ടോക്കൺ കിട്ടണമെന്നും വെറുതെ പാഴാക്കി കളയരുത്. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ 1 സ്റ്റാർ പ്ലെയറിനെ സൈൻ ചെയ്യുക, കണ്ട് അവർക്ക് സ്കില്ല് ആഡാക്കി വെക്കുക. എന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്ലെയറിന് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും നാളെ കാണാം.